നമസ്കാരം, ഞാൻ ഉന്മേഷ് വിരാമൻ. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ റോയ് സിജയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് കർണാടക സർക്കാർ. DIG വംശി കൃഷ്ണയ്ക്കാണ് അന്വേഷണ ചുമതല. പ്രത്യേക അന്വേഷണ സംഘം അശോക് നഗറിലെ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തി. ഹൃദയത്തിൽ വെടിയുണ്ട തുളച്ചു കയറിയാണ് മരണം സംഭവിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. സംസ്കാരം നാളെ വൈകിട്ട് 4 മണിക്ക് ബന്നാർഘട്ടയിൽ നടക്കും. ഡോക്ടർ റോയ് സിജയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് കർണാടക സർക്കാർ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചത്. അന്വേഷണ സംഘത്തിൽ DIGക്ക് പുറമെ ബംഗളൂരു സൗത്ത് ഡിവിഷൻ DCP ലോകേഷിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മരണകാരണം നെഞ്ചിന്റെ ഇടതുവശത്ത് 5ാം വാരിയെല്ലിലൂടെ ഹൃദയത്തിലേക്ക് വെടിയുണ്ട തുളച്ചു കയറിയതാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. വലത് കൈകൊണ്ടാണ് വെടിയുതിർത്തതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. വെടിയുണ്ട ഫോറൻസിക് വിഭാഗത്തിന് കൈമാറി. കുടുംബാംഗങ്ങളുടെയും IT ഉദ്യോഗസ്ഥരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. 5 പേജുള്ള പരാതി കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ് ഇന്ന് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആത്മഹത്യയിലേക്ക് നയിച്ചത് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണെന്ന് സഹോദരൻ ബാബു CJ ആരോപിച്ചു. അത് ആയിരിക്കാം, വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അന്വേഷണം വേഗത്തിലാക്കാൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിർദ്ദേശം നൽകി. ആദായനികുതി വകുപ്പിന്റെ സമ്മർദ്ദത്തിനിരയാണ് റോയ് CJ എന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ആരോപിച്ചു. ನಾವು ಇದನ್ನ ತನಿಖೆ ಮಾಡಿ ಇದನ್ನ ಜನರಿಗೆ ಏನು ನ್ಯಾಯ ಏನಿದೆ, ಏನು ಸತ್ಯ ಏನಿದೆ ಅನ್ನೋದನ್ನ ತಿಳಿಸುವಂತ ಕೆಲಸವನ್ನ ಖಂಡಿತ ನಮ್ಮ ಸರ್ಕಾರ ಮಾಡ್ತದೆ. അതേസമയം റെയ്ഡുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നും ഒപ്പിടാനെത്താൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ആദായനികുതി വകുപ്പിന്റെ വിശദീകരണം. 24 ബംഗളൂരു. മുട്ടിൽ മരമുറി കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ വനംവകുപ്പിന്റെ നടപടി വയനാട് ജില്ലാ കോടതി ശരിവച്ചു. പ്രതികളായ ജോസുകുട്ടി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ എന്നിവരുടെ അപ്പീൽ തള്ളിയാണ് കോടതി ഉത്തരവ്. അനുമതിയില്ലാതെയാണ് പ്രതികൾ മരങ്ങൾ മുറിച്ചതെന്ന് കണ്ടെത്തിയെന്ന് ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ജയപ്രമോദ് പറഞ്ഞു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച മുട്ടിൽ ഈട്ടിക്കൊള്ള കേസിലെ നിർണായക വിധിയാണ് വയനാട് ജില്ലാ കോടതിയുടേത്. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ഈട്ടിത്തടികൾ സൗത്ത് വയനാട് DFO കണ്ടുകെട്ടിയിരുന്നു. 10 കോടിയിലധികം രൂപ വിലമതിക്കുന്ന 120 ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ നടപടിക്കെതിരെ പ്രതികളായ ആന്റോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് വനം വകുപ്പിന്റെ നടപടി കോടതി ശരിവച്ചത്. ജില്ലാ ജഡ്ജി V മൃദുലയുടേതാണ് ഉത്തരവ്. ഈ വുഡ് പട്ടയം ലഭിച്ചതിന് ശേഷമോ അതിന് മുമ്പോ എന്നുള്ള തർക്കമാണ് ഇതിൽ വന്നത്. പട്ടയം ലഭിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് റിസർവ് ചെയ്തു വെച്ച മരങ്ങളാണ് ഈ ആളുകൾ മുറിച്ച് കടത്തിയത്. അത് ഒരു നിയമത്തിനും അതിൻ്റെ ഒരു പരിരക്ഷ അവർക്ക് കിട്ടില്ല, ഒരു പരിപത്രത്തിൻ്റെ പരിരക്ഷയും കിട്ടില്ല, ഗവൺമെൻറ് ഓർഡറിൻ്റെ പരിരക്ഷ കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഈ വിഷയം കോടതിയുടെ മുമ്പിൽ ബോധിപ്പിക്കാൻ വനംവകുപ്പിന് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ വിധിയുടെ വിജയം. ഉപാധികളോടെ പട്ടയം ലഭിച്ച ഭൂമിയിലെ ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കാൻ 2020 ഒക്ടോബറിലാണ് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത്. 1960 ശേഷം നട്ടുവളർത്തിയതും സ്വയം കിളിർത്തതുമായ ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കാനായിരുന്നു വിവാദ ഉത്തരവിറങ്ങിയത്. ഉത്തരവിൻ്റെ മറവിൽ വ്യാപകമായി ഈട്ടിക്കൊള്ള നടന്നതോടെ 2021 ഫെബ്രുവരിയിൽ സർക്കാർ ഉത്തരവ് പിൻവലിച്ചു. ഇതിനകം 100 മുതൽ 250 വർഷം പഴക്കമുള്ള ഈട്ടിമരങ്ങൾക്ക് കോടാലി പതിച്ചു. വനം വകുപ്പ് 41 കേസുകൾ ചുമത്തിയിരുന്നു. വനം, പോലീസ്, റവന്യൂ വകുപ്പുകൾ 120-ലധികം കേസുകളെടുത്തു. പല കേസുകളിലും കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടി തുടരുന്നുമുണ്ട്. ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ജയപ്രമോദാണ് കേസിൽ ഹാജരായത്. 24 വയനാട്. റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിനെതിരെ ആഞ്ഞടിച്ച് കിറ്റെക്സ് MDയും 2020 ചീഫ് കോർഡിനേറ്ററുമായ സാബു ജേക്കബ് വസ്തുതാവിരുദ്ധമായ വാർത്തകൾ നൽകി 2020 തകർക്കാൻ ശ്രമിക്കുകയാണ്. ചാനലിന്റെ പ്രവർത്തനം ലൈസൻസ് ഇല്ലാതെയാണെന്നും സാബു ജേക്കബ് ആരോപിച്ചു. തനിക്കെതിരെ വ്യാജവാർത്ത നൽകിയതിൽ 250 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചതായും സാബു ജേക്കബ് അറിയിച്ചു. 2020-ക്കെതിരെ റിപ്പോർട്ടർ ചാനലിൽ വരുന്ന വാർത്തകളെ പാടെ തള്ളിക്കൊണ്ടാണ് ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് വാർത്താസമ്മേളനം നടത്തിയത്. ആന്റോ അഗസ്റ്റിൻ റിപ്പോർട്ടർ ചാനലിലൂടെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെന്നും അതിനായി വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നുവെന്നും ആരോപണം. റിപ്പോർട്ടർ ചാനൽ ഈ TV ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ മനഃപൂർവ്വം ഉപദ്രവിക്കുന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് പല ദിവസങ്ങളിലായിട്ട് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കിറ്റെക്സിന്റെ വ്യവസായത്തെ പോലും പഠിക്കാതെ കളവ് പറയുകയാണ്. ഏതോ പാർട്ടിക്ക് വേണ്ടി ആന്റോ അഗസ്റ്റിൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരമായി റിപ്പോർട്ടർ ചാനലിലെ 16 പേർക്കെതിരെ 250 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചു. ലൈസൻസ് ഇല്ലാതെയാണ് റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ
രേഖകൾ അവരുടെ കയ്യിലുണ്ടോ? അതുണ്ടെങ്കിൽ പൊതുജനങ്ങളെ കാണിക്കണം. അതിൻ്റെ മുകളിലും അടിയിലും കാണിച്ചാൽ പോരാ, വ്യക്തമായിട്ട് വായിക്കാവുന്ന രീതിയിൽ കാണിക്കണം, പുറത്ത് വിടട്ടെ. അതില്ലെങ്കിൽ അടച്ചുപൂട്ടണം. നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അടച്ചുപൂട്ടണം. ഇതു സംബന്ധിച്ച് കേന്ദ്ര വാർത്താ മന്ത്രാലയത്തിന് പരാതി നൽകിയിട്ടുണ്ടെന്നും സാബു എം ജേക്കബ് കൂട്ടിച്ചേർത്തു. 24 കൊച്ചി. മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി സുനേത്ര പവാർ സത്യപ്രതിജ്ഞ ചെയ്തു. അജിത് പവാർ കൈകാര്യം ചെയ്തിരുന്ന ധനകാര്യം സുനേത്രയ്ക്ക് നൽകിയില്ല. എക്സൈസ്, കായികം, ന്യൂനപക്ഷ യുവജനകാര്യ വകുപ്പുകളായിരിക്കും സുനേത്ര കൈകാര്യം ചെയ്യുക. സുനേത്രയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. मी सुनेत्रा अजित पवार गांभीर्यपूर्वक प्रतिज्ञा करते की कायद्याद्वारे स्थापित झाले आहे अशा भारताच्या संविधानाबद्दल. ലോക് ഭവനിലെ ചടങ്ങിൽ ഗവർണർ ആചാര്യ ദേവ്രത് സത്യവാചകം ചൊല്ലി നൽകി. സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ സദസ്സിൽ നിന്ന് അജിത് പവാർ അമർ രഹേ എന്ന മുദ്രാവാക്യമുയർന്നു. മന്ത്രിസഭയിൽ അജിത് പവാർ കൈകാര്യം ചെയ്ത പ്രധാന വകുപ്പുകളായ ധനകാര്യ, ആസൂത്രണ വകുപ്പുകൾ സുനേത്രയ്ക്ക് ലഭിച്ചില്ല. പകരം കായികം, ന്യൂനപക്ഷകാര്യം, എക്സൈസ്, യുവജനകാര്യം വകുപ്പുകൾ. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനായിരിക്കും ധനകാര്യ വകുപ്പിന്റെ ചുമതല. ശരത് പവാറും സുപ്രിയ സുലെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തില്ല. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി വിധാൻ ഭവനിൽ ചേർന്ന NCP MLA-മാരുടെ യോഗത്തിൽ സുനേത്രയെ നിയമസഭാ കക്ഷി നേതാവായി ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. സുനേത്രയ്ക്ക് പകരം മകൻ പാർത്ഥിനെ രാജ്യസഭയിലേക്ക് അയക്കാനുള്ള നീക്കങ്ങളും മഹാരാഷ്ട്രയിൽ സജീവമാണ്. ഇന്ന് രാവിലെ ബാരാമതിയിലെ വസതിയിലെത്തി പാർത്ത് ശരത് പവാറിനെയും സുപ്രിയയെയും നേരിൽ കണ്ടിരുന്നു. അജിത് പവാറിന്റെ മരണം കഴിഞ്ഞ് 4ാം നാൾ തന്നെയുള്ള തിരക്കിട്ട നീക്കം NCP ലയനത്തെ തടയാനാണെന്നും ശരത് പവാർ പക്ഷത്തിന് അഭിപ്രായമുണ്ട്. സുനേത്രയെ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങളും NCPയുടെ ദേശീയ അധ്യക്ഷനെ സംബന്ധിച്ച തീരുമാനങ്ങളുമാണ് അടുത്തതായി മഹാരാഷ്ട്രയിൽ കാത്തിരിക്കുന്നത്. 24 ഡൽഹി. കാര്യവട്ടത്ത് കളിയാരവം. ഇന്ത്യ ന്യൂസിലൻഡ് 5ാം T20 ആവേശ പോരാട്ടത്തിനായി നിമിഷങ്ങളെണ്ണി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. 6:30-ക്കാണ് ടോസ്. സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിക്കും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസ്തവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാര്യവട്ടത്തെ ആവേശ പോരാട്ടത്തിന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ടോസിനും ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത്. എല്ലാ കണ്ണുകളും ടീം ലിസ്റ്റിലേക്കാണ്. സഞ്ജു സാംസൺ ടീമിലുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. സഞ്ജു ടീമിലുണ്ടെങ്കിൽ മലയാളി പയ്യന് സ്വന്തം നാട്ടിൽ ആദ്യ അന്താരാഷ്ട്ര മത്സരം കളിക്കാനാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാണികളെല്ലാം തന്നെ ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. സഞ്ജു ആർപ്പുവിളികളോടെയാണ് ആരാധകരൊക്കെ തന്നെ സ്റ്റേഡിയത്തിലേക്ക് ഇരമ്പിയെത്തുന്ന കാഴ്ച കണ്ടത്. ഇതിനോടകം തന്നെ സ്റ്റേഡിയം ഏതാണ്ട് ഫില്ലായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഒരു നീലക്കടലായി മാറിയിരിക്കുകയാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. ഒപ്പം തന്നെ ഇന്ത്യയുടെ കോമ്പിനേഷൻസ് എന്തൊക്കെ എന്നതിലും വലിയ ആകാംക്ഷയുണ്ട്. അഭിഷേക് ശർമ്മയ്ക്ക് വിശ്രമം അനുവദിക്കുമോ? സഞ്ജു സാംസണൊപ്പം തന്നെ ആരായിരിക്കും ഓപ്പൺ ചെയ്യുക? ഇഷാൻ കിഷൻ ആയിരിക്കുമോ എന്നൊക്കെ തന്നെ വലിയ ചോദ്യങ്ങളുണ്ട്. ബൌളിംഗ് നിരയിലെയും പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെ എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പിന് തൊട്ടു മുമ്പിലുള്ള അവസാന മത്സരമാണ്, അവസാന ഔദ്യോഗിക മത്സരമാണ്. ഈ മത്സരത്തിൽ ഏറ്റവും മികച്ച ഒരു കോമ്പിനേഷൻ കണ്ടെത്തി ഇതുവരെയുള്ള എല്ലാ ബോക്സസും ടിക്ക് ചെയ്തുകൊണ്ട് ലോകകപ്പിന് ഇറങ്ങാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യയുള്ളത്. ന്യൂസിലാൻഡ് ആവട്ടെ അവർക്ക് പരമ്പര നഷ്ടം സംഭവിച്ചെങ്കിൽ പോലും മറ്റൊരു മത്സരം കൂടി ജയിച്ച, കഴിഞ്ഞ മത്സരം അവർ ജയിച്ചിരുന്നു. അതിന് പിന്നാലെ ഒരു മത്സരം കൂടി ജയിച്ച പരമ്പര നഷ്ടത്തിന്റെ ക്ഷീണം തീർക്കാമെന്ന പ്രതീക്ഷയിലാണ് ടീമുള്ളത്. വലിയ ആവേശത്തിന്റെ അലയൊലികൾ നമുക്ക് പുറകിൽ കേൾക്കാം. സഞ്ജു സാംസൺ കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ, ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ആവേശമാണ്. ഇതിന്റെ 10 മടങ്ങ് ആവേശം നമുക്ക് ഗ്രൗണ്ടിൽ കേൾക്കാം സഞ്ജു ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ. എന്തായാലും ഇനി ടോസിലേക്ക് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കാര്യവട്ടത്ത് കളിയാവേശം. കേന്ദ്ര ബജറ്റ് നാളെ. മൂന്നാം മോദി സർക്കാരിന്റെ 3ാം ബജറ്റ് നാളെ. കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റാണ് ഇത്തവണത്തേത്. 2026-27 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. രാവിലെ 11 മണിക്കാണ് ബജറ്റ് അവതരണം. ഞായറാഴ്ച അവതരിപ്പിക്കുന്ന ബജറ്റ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആഭ്യന്തര ഉൽപാദനത്തിനും ബജറ്റിൽ പ്രാധാന്യമുണ്ടാകും.
റോഡ്, റെയിൽവേ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് കാര്യമായ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കാം. പ്രതിരോധം, കൃഷി, AI ഉൾപ്പെടെ സാങ്കേതിക മേഖലയ്ക്കും ബജറ്റിൽ മുൻഗണനയുണ്ടാകും. മുൻ വർഷങ്ങളിലേതിന് സമാനമായി സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ആദായ നികുതി ഘടനയിൽ കാര്യമായ മാറ്റമുണ്ടാകാനിടയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടാകുമോ എന്നാണ് ആകാംക്ഷ. വിഴിഞ്ഞം പദ്ധതിയുടെ അനുബന്ധ വികസനങ്ങളായ റെയിൽ കണക്ടിവിറ്റി, വ്യവസായ ഇടനാഴി ഉൾപ്പെടെ കേന്ദ്ര ബജറ്റിൽ പരിഗണനയ്ക്കായി 29 ആവശ്യങ്ങളുടെ നീണ്ട പട്ടിക സംസ്ഥാന സർക്കാർ കേന്ദ്രമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. 24 ഡൽഹി. ന്യൂസ് ബ്രേക്സിലേക്ക് തിരികെ എത്തുമ്പോഴുണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ അറിയിക്കുകയാണ്. അതിലൊന്ന്, അധ്യാപകന് 161 വർഷം കഠിന തടവ്. ഓട്ടിസം ബാധിതനായ 10 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ തിരുവനന്തപുരം സ്വദേശിയായ അധ്യാപകനാണ് 161 വർഷം കഠിന തടവും 87,000 രൂപ പിഴയും വിധിച്ചിരിക്കുന്നത്. ആ വാർത്ത ഇപ്പോൾ തിരുവനന്തപുരം ബ്യൂറോ അറിയിക്കുന്നുണ്ട്. ഓട്ടിസം ബാധിതനായ 10 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിലാണ് അധ്യാപകന് 161 വർഷം കഠിന തടവ്. മറ്റൊരു വാർത്ത, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി എന്നുള്ളതാണ്. ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ ഇപ്പോൾ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയിൽ ഇ ശ്രീധരൻ സർക്കാർ വാക്പോര് മുറുകുന്നു. മലപ്പുറത്ത് ഓഫീസ് തുറന്ന ഇ ശ്രീധരൻ ജനങ്ങളുമായി സംവദിക്കാൻ അടുത്ത മാസം 15 മുതൽ യോഗങ്ങൾ ചേരും. പ്രായോഗിക പദ്ധതിയെങ്കിൽ പിന്തുണയ്ക്കുമെന്ന് VD സതീശൻ പ്രതികരിച്ചു. തുടക്കം മുതൽ അതിവേഗ പാതയ്ക്ക് വേണ്ടി നിന്ന ആളാണ് മുഖ്യമന്ത്രിയെന്ന് മന്ത്രി P രാജീവ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതിവേഗ റെയിൽ പ്രഖ്യാപിച്ച് നേട്ടമുണ്ടാക്കാനുള്ള സർക്കാർ നീക്കങ്ങൾക്ക് ഇ ശ്രീധരൻ തടയിട്ടതോടെയാണ് പോര് മുറുകിയത്. റാപ്പിഡ് റീജിയണൽ ട്രാൻസിറ്റ് സിസ്റ്റം കേരളത്തിൽ പ്രായോഗികമല്ലെന്ന് വ്യക്തമാക്കിയതോടെ സർക്കാരും CPIയും മെട്രോമാനെതിരെ തിരിഞ്ഞു. എന്നാൽ മലപ്പുറത്ത് ഓഫീസ് തുറന്ന് അതിവേഗ പാതയ്ക്കുള്ള പ്രവർത്തനങ്ങളുമായി ഇ ശ്രീധരൻ മുന്നോട്ടു പോവുകയാണ്. ഇതിനിടെ പ്രതിപക്ഷവും നിലപാട് വ്യക്തമാക്കി. ജനങ്ങളെ ബാധിക്കാത്ത തരത്തിലെ പദ്ധതിയോട് എതിർപ്പില്ലെന്ന് VD സതീശൻ. കേരളത്തിന് ദോഷകരമായി ബാധിക്കാത്ത, കേരളത്തിന് നല്ലത് വരുത്തുന്ന ഏത് കാര്യത്തെയും ഞങ്ങൾ പിന്തുണയ്ക്കും. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി P രാജീവ് രംഗത്തെത്തി. അതിവേഗ പാതയ്ക്ക് വേണ്ടി നിന്നയാളാണ് മുഖ്യമന്ത്രിയെന്നും കേന്ദ്ര ബജറ്റിൽ പദ്ധതി പ്രഖ്യാപിച്ചാൽ സ്വാഗതം ചെയ്യുമെന്നും P രാജീവ് പറഞ്ഞു. നാളെ ബജറ്റിൽ പറയുകയാണ് റെയിൽവേ കേരളത്തിന് അതിവേഗ റെയിൽ അംഗീകരിച്ചിരിക്കുന്നു. ശ്രീ ഇ ശ്രീധരനെ പോലെ പരിണതപ്രവർത്തനം, അദ്ദേഹം രാഷ്ട്രീയം വേറെ, അതങ്ങനെ ഒരാളെ ഇതിന്റെ ചുമതലക്കാരനായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കില്ലേ? ഇ ശ്രീധരൻ ഇറങ്ങുന്നത് BJPയുടെ അണിയറ നീക്കത്തിന്റെ ഭാഗമായാണെന്ന് CPIM സംശയിക്കുന്നു. അതിവേഗ റെയിൽപാതയിൽ കേന്ദ്ര സർക്കാർ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത്. സെൻട്രൽ ഗവൺമെന്റ് ഇതെല്ലാം ആലോചിച്ചിട്ട് ചെയ്യും. ഇ ശ്രീധരൻ സാറാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. നാടിനു വേണ്ടി ഒരു റെയിൽവേ സ്കീം അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗുണം ചെയ്യുമെന്നാണ് ഞങ്ങൾക്കൊരു ഉറപ്പ്. നാളത്തെ ബജറ്റിൽ കേന്ദ്ര പദ്ധതിക്ക് അനുമതി ലഭിച്ചാൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാനാകില്ലെന്ന വിലയിരുത്തലിലാണ് മന്ത്രിമാരും CPIM നേതാക്കളും. 24 തിരുവനന്തപുരം. താമരശ്ശേരി രൂപതാധ്യക്ഷന്മാർ റെമിജിയോസ് ഇഞ്ചനാനിയലിനെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയോര ജനതയുടെ പ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിൽ എത്തിക്കുന്ന ബിഷപ്പ് അവർക്ക് വേണ്ടി സമരം ചെയ്യാൻ പോലും മടിയില്ലാത്ത വ്യക്തിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ ഇൻഫാം രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. താമരശ്ശേരി പിതാവ് വയനാട്ടിലെയും മലബാറിലെയും കർഷകരുടെ പ്രയാസങ്ങൾ ഭരണകൂടങ്ങളുടെ ശ്രദ്ധയിൽ നിരന്തരം പെടുത്തുന്ന ഒരാളാണ്. മാത്രമല്ല അവർക്ക് വേണ്ടി തെരുവിലിറങ്ങാനും സമരം ചെയ്യാനും അദ്ദേഹത്തിന് മടിയില്ല. ഇൻഫാമിൻ്റെ വലിയ കരുത്തായി അദ്ദേഹം നിലകൊള്ളുകയാണ്. സീറ്റ് വെച്ചുമാറാനുള്ള കോൺഗ്രസ് നീക്കത്തിന് വഴങ്ങാതെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇത്തവണയും 10 സീറ്റുകൾ വേണമെന്ന ആവശ്യം UDFന് ഉന്നയിച്ചെന്ന് മോൻസ് ജോസഫ് MLA പറഞ്ഞു. സീറ്റ് ചർച്ചകൾക്കായി പാർട്ടി ചെയർമാൻ PJ ജോസഫിനെ കോട്ടയത്ത് ചേർന്ന ഹൈപ്പവർ കമ്മിറ്റി യോഗം ചുമതലപ്പെടുത്തി. കേരള കോൺഗ്രസിന്റെ സീറ്റുകൾ ഏറ്റെടുക്കുന്നതിനുള്ള നീക്കം കോൺഗ്രസ് നടത്തുന്നതിനിടയിലാണ് കോട്ടയത്ത് ഹൈപ്പവർ കമ്മിറ്റി യോഗം ചേർന്നത്. യോഗത്തിൽ വിട്ടുവീഴ്ചകൾ വേണ്ടെന്ന് നേതാക്കൾ നിലപാടെടുത്തു. ഇതോടെ കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ തന്നെ മത്സരിക്കുന്നതിനും ധാരണയായി. പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ള 10 സീറ്റും കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കണം എന്ന ആവശ്യം UDF യോഗത്തിൽ പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലുള്ള ചർച്ചകളിലും അതിൻ്റെ കൂടുതൽ വ്യക്തതയിലേക്ക് അല്ലെങ്കിൽ വിശദാംശങ്ങളിലേക്ക് വരും ദിവസങ്ങളിലുള്ള ചർച്ചകളിൽ കടക്കാം.
വിജയസാധ്യത ചൂണ്ടിക്കാണിച്ച് സീറ്റ് ഏറ്റെടുക്കാനായിരുന്നു കോൺഗ്രസിന്റെ നീക്കം. എന്നാൽ ഇതിനും PJ ജോസഫ് തടയിട്ടു. 140 സീറ്റുകളിലും വിജയസാധ്യതയാണ് മാനദണ്ഡമെന്ന് PJ തുറന്നടിച്ചു. ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക, VD സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ ജാഥ വിജയിപ്പിക്കുക, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ നിർത്തൂ. അടുത്ത ദിവസം നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ 10 സീറ്റ് വേണമെന്ന ആവശ്യം ഉന്നയിക്കും. ഇതിനായി പാർട്ടി ചെയർമാനെ തന്നെ ചുമതലപ്പെടുത്തി. അതേസമയം സീറ്റുകൾ വച്ചുമാറാൻ തയ്യാറാണെന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. 24 കോട്ടയം. പത്തനംതിട്ട കോട്ടാങ്കലിൽ നഴ്സാ യുവതിയെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. തടിപ്പണിക്കാരനായ നസീറാണ് പ്രതി. 2019 ഡിസംബർ മാസം 15-ാം തീയതിയായിരുന്നു ക്രൂര കൊലപാതകം. വീട്ടിൽ അതിക്രമിച്ചു കയറി 26-കാരിയെ നസീർ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തുകയായിരുന്നു. യുവതിയുമായി ഒരുമിച്ച് താമസിച്ചിരുന്ന യുവാവും അച്ഛനും വീട്ടിൽ ഇല്ലാതിരുന്ന സമയമായിരുന്നു ക്രൂര കൊലപാതകം. ആദ്യം ആത്മഹത്യയെന്ന് സംശയിച്ചെങ്കിലും കൊലപാതകമാണെന്ന മാതാപിതാക്കൾ സംശയമുന്നയിച്ചു. പിന്നാലെ പെരുമ്പെട്ടി പോലീസ് യുവതിക്കൊപ്പം താമസിച്ചിരുന്ന യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചിരുന്നു. പിന്നീട് ക്രൈംബ്രാഞ്ച് കേസന്വേഷണം ഏറ്റെടുത്തതോടെയാണ് യഥാർത്ഥ പ്രതിയിലേക്ക് എത്തിയത്. കൃത്യം നടന്ന് 20 മാസങ്ങൾക്കപ്പുറം ക്രൈംബ്രാഞ്ച് യഥാർത്ഥ പ്രതിയായ തടിപ്പണിക്കാരൻ നസീറിലേക്കെത്തി. യുവതിയെ തൂക്കിക്കൊല്ലാൻ ഉപയോഗിച്ച കയർ കെട്ടിയ രീതിയാണ് അന്വേഷണം നസീറിലേക്ക് എത്തിച്ചത്. 7 വർഷത്തോളം നീണ്ട വിചാരണകൾക്കും മറ്റു നടപടികൾക്കും ഒടുവിൽ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി നസീർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. പ്രതിക്ക് ജീവപര്യന്തം തടവ് കോടതി ശിക്ഷ വിധിച്ചു. ബലാത്സംഗത്തിന് 10 വർഷവും വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 7 വർഷവും ശിക്ഷ അനുഭവിക്കണം. തന്റെ നിരപരാധിത്വം തെളിയിച്ചത് ക്രൈംബ്രാഞ്ചും പ്രോസിക്യൂഷനുമാണെന്ന് യുവതിക്കൊപ്പം താമസിച്ചിരുന്ന യുവാവ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. 24 പത്തനംതിട്ട. ന്യൂസ് ബ്രേക്സിലേക്ക് തിരികെ. യുവത്വത്തിന് പ്രതീക്ഷ നൽകുന്നവരെ നാട്ടിൽ പിടിച്ചു നിർത്താൻ കഴിയുന്ന വകുപ്പ് UDF മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മാറ്റങ്ങൾ വരേണ്ടത് സർക്കാർ മേഖലയിലാണ്. സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ ജെയിൻ യൂണിവേഴ്സിറ്റി ന്യൂ ഇനിഷ്യേറ്റീവ്സ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫുമായുള്ള സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു VD സതീശൻ. ജെയിൻ യൂണിവേഴ്സിറ്റി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിന്റെ 3-ാം ദിനത്തിൽ കേരളത്തിന്റെ വികസനവും രാഷ്ട്രീയ വളർച്ചയും ചർച്ചയാക്കി മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ എഞ്ചിനീയറിംഗ്. കേരളത്തിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകണം. മാറ്റം പ്രധാനമായും ഉണ്ടാകേണ്ടത് സർക്കാർ മേഖലയിലാണ്. ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ടാവുക എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നാടിനു പുറത്തേക്ക് പോകുന്ന യുവത്വത്തെ നാട്ടിൽ നിർത്താൻ കഴിയുന്ന രീതി ഉണ്ടാകണമെന്നും VD സതീശൻ. ഇപ്പൊ ജനസംഖ്യയുടെ 60% യങ്സ്റ്റേഴ്സ് ആണ്. കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡിവിഡൻഡ് ആണ്. ഡെമോഗ്രാഫിക് നമ്മുടെ ജനസംഖ്യയ്ക്ക് കിട്ടിയ ഡിവിഡൻഡാണ് നിങ്ങൾ. ആ ഡിവിഡൻഡിന് ഇവിടെ മുഴുവൻ ഇവിടുന്ന് പുറത്തേക്ക് പോയാലോ, ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടായാലോ, ഇവിടെ ഓൾഡേജ് ഹോമായി മാറും 5 കൊല്ലം കഴിയുമ്പോൾ. അത് പറ്റില്ല. അവരെ നമുക്കിവിടെ വേണം. പക്ഷെ അവർക്കൊരു കോൺഫിഡൻസ് വേണം. എൻ്റെ നാട്ടിൽ നിൽക്കാം, എൻ്റെ നാട്ടിൽ നിന്നാൽ നല്ല കോഴ്സ് ഇവിടെ ഉണ്ട് പഠിക്കാൻ, എനിക്കിവിടെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ജോലി കിട്ടും, ജോലി സാധ്യതകളുണ്ട് എന്നുള്ളൊരു ഉറപ്പ്, ആ കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. വികസനം നടക്കുന്ന ഇടങ്ങളിലെല്ലാം ഇരകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അവരെ കൂടി പരിഗണിക്കുക എന്നതാണ് യഥാർത്ഥ വികസനം. ബന്ദോ ഹർത്താലോ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത ഏക പ്രതിപക്ഷമാണ് തങ്ങളെന്നും VD സതീശൻ പറഞ്ഞു. 24 കൊച്ചി. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാലക്കാട് വാളയാർ ഡാമിൽ കുളിക്കാനിറങ്ങിയ കോളേജ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. തിരുപ്പൂർ ഗംഗാനഗർ സ്വദേശി ഇളങ്കോയാണ് മരിച്ചത്. ഇന്ത്യയിലെത്തിയ അറബ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. പലസ്തീൻ ജനതയ്ക്കുള്ള ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി ആവർത്തിച്ചു. സംസ്ഥാനത്തെ നോർക്ക പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി. പ്രഖ്യാപനം ലോക കേരള സഭയിൽ. നക്സൽ വെള്ളത്തൂവൽ സ്റ്റീഫൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ഏറെ നാളായി അസുഖബാധിതനായി കിടപ്പിലായിരുന്നു. കോഴിക്കോട് ബാലുശ്ശേരി നന്മണ്ടയിൽ സ്കൂളിലേക്ക് പോയ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാനില്ല എന്ന് പരാതി. നന്മണ്ട ഗൾഫ് റോഡ് സ്വദേശി മുഹമ്മദ് ഷാദിനെയാണ് കാണാതായത്. സ്വർണത്തിനും വെള്ളിക്കും വൻ വിലയിടിവ്. സ്വർണം പവൻ ഒറ്റയടിക്ക് 6230 രൂപ കുറഞ്ഞ് 1,17,760 രൂപയായി.
ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ 2020 ക്രിക്കറ്റ് ആവേശമാണ്. അതുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയിലേക്ക് പ്രജൻസി കണ്ണനും അനിൽ വാസ്തവും എത്തും. നമസ്കാരം.